റോസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചുരിദാറിന്റെ സ്ലീവ് ധൈര്യമായിട്ട് വെട്ടാനാ. എല്ലാവർക്കും അറിയാം, ഇഷ്ടം പോലെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എങ്കിലും ഇത് നൈറ്റി ബിറ്റിൽ നിന്ന് മിച്ചം വന്നു നമ്മളെ ബോഡി പീസ് വെട്ടിയതിന് ശേഷം മിച്ചം കിട്ടുന്ന തുണിയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഓർക്കുക, 4 മടക്കി. ഇനി ഇതിന്റെ വീതിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. മെയിൻ പ്രശ്നം വീതിയാണ്. വീതി കാണാൻ എന്താ ഉണ്ടെന്നറിയോ? നമ്മുടെ ചെസ്റ്റ് അളവ് എനിക്കിവിടെ 37. 37ന്റെ 4 എത്ര വരും? 9.25 വരും. പക്ഷേ എനിക്ക് എത്ര ഉണ്ട്? 8.5 ഉള്ളൂ. ഇത് വെച്ച് വെട്ടാവോ? വെട്ടാം. ഞാൻ ഈ കൈ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ പുറത്തേക്ക് വരുന്നത്, അവിടെ എനിക്കൊരു 1 ഇഞ്ച് എക്സ്ട്രാ തുണി വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്താൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് വെട്ടാം. അപ്പം എനിക്ക് ഇറക്കം 14 ഇഞ്ച് എടുക്കുന്നു. ഉള്ളത് കൊണ്ടാണ് 14 എടുത്തത്. നിങ്ങൾ തുടക്കക്കാർ 14 എടുക്കണ്ട. ഒരു 9 ഇഞ്ച് 9.5 ഇഞ്ചിലെടുത്താൽ ചെറിയ കൈ നമുക്ക് തയ്ക്കാം, എളുപ്പമുണ്ട്. ഇതും വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞാൻ 14 ഇഞ്ച് എനിക്ക് ഇറക്കം എടുക്കുന്നു. അവിടെ ഞാനൊരു മാർക്ക് ചെയ്യുന്നു. ഇനിയും നിങ്ങൾ നോക്കുക, നമുക്ക് ഞാൻ നിങ്ങളെ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി ഇത് തയ്ച്ചു വെച്ചേക്കുന്ന ഒരു പഴയ ചുരിദാറിൻ്റെ സ്ലീവ് ഒന്ന് കാണിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ സ്ലീവ് വരുന്നത്. ഇതാണ് നമ്മൾ സ്ലീവ് വെട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ വീതി കണ്ടോ, ഈ ഫ്രണ്ട് വശത്തെ ഷേപ്പ് കണ്ടോ? ഈ ഷേപ്പ് ഇതിനെ ക്യാപ്പ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. ആ ഇറക്കത്തിന് ക്യാപ്പ് ഹൈറ്റ് അതെത്ര വേണം? അത് അടുത്ത കൺഫ്യൂഷൻ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെസ്റ്റ് അളവിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 37നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.7 എനിക്ക് ആ പോയിന്റ് കണ്ടെത്താം. 40കാർക്കോ 4 ഇഞ്ച് അല്ലേ? 45 ആണെങ്കിൽ 4.5, 35 ഉള്ളെങ്കിൽ 3.5. പിന്നെ ചെറിയൊരു കാര്യമുണ്ട്, ആം ഹോൾ റൗണ്ടിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ നിങ്ങളത് അത്രയും ചിന്തിക്കണ്ട. അപ്പം ഞാൻ 3.7 എൻ്റെ ക്യാപ്പ് ഹൈറ്റ് വരച്ചു. അത്രയും പിടി കിട്ടിയോ എല്ലാവർക്കും? ആ ലൈൻ ഞാൻ സ്വല്പം നീളത്തിൽ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഈ ആം ഹോൾ റൗണ്ട് നമ്മൾ ബോഡി പീസ് വെട്ടി വെച്ചേക്കുന്നതിലെ ആം ഹോൾ റൗണ്ട് അളന്നെടുത്ത് വെച്ചേക്കുന്നത് എനിക്ക് 9ന് മുമ്പ് 1 പോയിന്റ് പുറകില്ല എന്ന് പറഞ്ഞാൽ 8.25 കഴിഞ്ഞ്. അപ്പോൾ ആ 9ന് മുമ്പുള്ള 1 പോയിന്റ് ഞാൻ എങ്ങനെ അടയാളപ്പെടുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഈ മുകളിലത്തെ കോർണറിൽ നിന്ന് പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതാ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തേക്കണം. താഴെ എനിക്ക് വേണ്ടത് 5 ഇഞ്ച് വണ്ണവും 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. ഇവിടെ നിന്ന് നിങ്ങൾ കറക്റ്റ് 2.5 ഇഞ്ച് മാറ്റി 2 ഇഞ്ച് മാറ്റിയിട്ട് ഇത് കണ്ടോ, ഞാൻ ഈ കൈ വെച്ചേക്കുന്ന പോലെ കൈ വെച്ച് ഇങ്ങനെ ഒരു ചെറിയൊരു എസ് പോലെ ഇതങ്ങ് വരച്ചാൽ അടിപൊളിയായിട്ട് നമ്മുടെ സ്ലീവ് റെഡി ആയിട്ട് വന്നു. കണ്ടോ ആ ഷേപ്പ് നിങ്ങൾ നോക്കി കൃത്യം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചേ, ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ സ്വല്പം ഇറക്കിയെടുത്തേക്കുന്നത് കണ്ടോ? നിങ്ങൾ ഇറക്കിയല്ല കയറ്റിയെടുത്തേക്കുന്നത് കണ്ടോ? അത് നമ്മുടെ ബോഡിയുടെ പ്രത്യേകതയില്ലേ. അപ്പോൾ അത് എങ്ങനെ വെട്ടാൻ നോക്കിയേ. ഇവിടെ നിന്ന് ഈ സെൻറ്റർ ഭാഗത്ത് ഒരു 3/4 ഇഞ്ച് താഴ്ത്തി നമ്മളൊരു വര വരച്ചു. എന്നിട്ട് ഞാൻ മുമ്പേ ആദ്യം 2 ഇഞ്ചിൽ നിന്നല്ലേ ഇറക്കി തുടങ്ങിയത്. ഇനി നമുക്ക് 1.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് പതുക്കെ ഇതിങ്ങനെ ചെറിയ തോതിൽ ഷെയ്പ്പ് ചെയ്ത് ആ പോയിന്റിലൂടെ കയറ്റിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കൂട്ടി വരച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആം ഹോളും നമ്മൾ റെഡിയായിട്ട് അളന്നു കഴിഞ്ഞു. കണ്ടോ? ഇനി നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റിലൂടെ ശരിക്കും സ്ലീവ് സ്കെയിൽ വെച്ചാണ് വരയ്ക്കേണ്ടത്. തുടക്കക്കാർ അത്രയൊന്നും മെനക്കെടണ്ട, നമുക്ക് സാധാരണ സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കാം.